2002 റിലീസായ മീശ മാധവൻ എന്ന സൂപ്പർ ഹിറ്റ് മലയാളം സിനിമയിലെ ഈ ഒരു സീൻ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. ഇതിൽ കാണിക്കുന്ന കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത് അല്ലെങ്കിൽ നിഴൽക്കൂത്ത്. വെളിച്ചത്തിൻ്റെയും നിഴലിൻ്റെയും കൃത്യമായ ഉപയോഗത്തിലൂടെ തീർക്കുന്ന ഒരു വിസ്മയം തന്നെയാണ് തോൽപ്പാവക്കൂത്ത് എന്ന കലാരൂപം. മീശ മാധവൻ മൂവിയിലെ ഈ രംഗം അവതരിപ്പിച്ച അതേ കലാകാരന്മാർ തന്നെ പത്തനംതിട്ട ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് അവതരിപ്പിച്ച പ്രോഗ്രാമിൽ നിന്നുമുള്ള വിഷ്വൽസും അതിൻ്റെ ഐതിഹ്യങ്ങളും മറ്റ് കഥകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. തോൽപ്പാവക്കൂത്ത് മാജിക് അവതരിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗപ്പെടുത്തിയാണ് അവതരിപ്പിക്കുന്നത്. വെളിച്ചത്തിന് മുൻപിലായി, അതായത് സ്ക്രീനിനും വിളക്കുകൾക്കും ഇടയിലായി പാവകളെ വെച്ച് അവയുടെ നിഴലുകളാണ് സ്റ്റേജിലിരിക്കുന്ന കാണികൾ കാണുന്നത്. ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്നതിന് മുന്നേ ഇതിൻ്റെ ഐതിഹ്യം പറയാം. കാളീദാരിക വധവും രാമരാവണ യുദ്ധവും ഒരുമിച്ച് നടന്നത് കൊണ്ട് തന്നെ രാമരാവണ യുദ്ധം കാണാൻ സാക്ഷാൽ ഭദ്രകാളിക്ക് സാധിച്ചില്ല. ഭദ്രകാളി ദേവിയുടെ ഈ വിഷമം മനസ്സിലാക്കി പാർവതി ദേവി നിഴൽ നാടക രൂപത്തിൽ ദേവിക്ക് രാമായണ കഥകൾ പറഞ്ഞുകൊടുത്തു എന്നാണ് ഐതിഹ്യം. ഈ ഐതിഹ്യത്തെ അടിസ്ഥാനമാക്കിയാണ് തോൽപ്പാവക്കൂത്ത് ദേവീക്ഷേത്രങ്ങളിൽ നടത്തുന്നത്. ഭദ്രകാളി ക്ഷേത്രങ്ങൾക്ക് അഭിമുഖമായി കൂത്തുമാടങ്ങൾ എന്ന പ്രത്യേക സ്ഥലത്ത് വെച്ചായിരുന്നു ഈ കലാരൂപം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പുലവർ സമുദായത്തിൽപ്പെട്ട കലാകാരന്മാരാണ് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. പാലക്കാട്, മലപ്പുറം, തൃശൂർ ഭാഗങ്ങളിൽ, അതായത് വള്ളുവനാട് ഭാഗങ്ങളിലെ ദേവീക്ഷേത്രങ്ങളിൽ മാത്രം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കലാരൂപം നിലവിൽ അതിന് പുറത്തുള്ള വേദികളിലും അവതരിപ്പിച്ചു വരുന്നുണ്ട്. തോൽപ്പാവക്കൂത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മൃഗത്തോൽ കൊണ്ടുണ്ടാക്കിയ പാവകളാണ്. പണ്ട് മാനിന്റെ തോലായിരുന്നു ഇതിനായി ഉപയോഗിച്ചു വന്നിരുന്നത്. നിലവിൽ അത് നിയമവിരുദ്ധമായതുകൊണ്ട് തന്നെ കാളത്തോലാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. രാമായണ കഥയിലെ കഥാപാത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഒക്കെ രൂപങ്ങളാണ് ഇങ്ങനെ മൃഗത്തോലിൽ ചെത്തിയെടുക്കുന്നത്. ഇങ്ങനെ ചെത്തിയെടുത്ത മൃഗത്തോലിൽ ചായങ്ങൾ പുരട്ടുകയും ചിത്രപ്പണികൾ ചെയ്യുകയും ചെയ്യുന്നു. ചില പാവകൾക്ക് അനക്കാൻ കഴിയുന്ന ഭാഗങ്ങളുമുണ്ട്. ഇതിനുശേഷം പാവകളുടെ പുറകിലായി മുളന്തണ്ട് ഘടിപ്പിച്ച് കലാകാരന്മാർക്ക് അവയെ പിടിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന വിധം ആക്കുന്നു. തോൽപ്പാവക്കൂത്തിലെ അടുത്ത പ്രധാനപ്പെട്ട ഘടകമാണ് വിളക്കുകൾ. നിരനിരയായി അടുക്കി വെച്ചിരിക്കുന്ന 21 വിളക്കുകളാണ് കൂത്തിന് പ്രകാശം നൽകുന്നത്. ഇവയെ മാടവിളക്കുകൾ എന്നും വിളിക്കാറുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഘടകമാണ് സ്ക്രീന്. ഇവിടുത്തെ സ്ക്രീനിന് പ്രധാനമായും 2 ഭാഗങ്ങളാണ് ഉള്ളത്. വെളിച്ചം കടത്തിവിടാത്ത കറുത്ത ഒരു ബോർഡറും അതിനു നടുവിലായി പ്രകാശം കടത്തിവിടുന്ന ഒരു വെളുത്ത സ്ക്രീനും. ഈ വെളുത്ത സ്ക്രീൻ ശരിക്കും ഒരു വെളുത്ത തുണി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെ ആടൽ പുടവ അല്ലെങ്കിൽ ആയൽ പുടവ എന്നാണ് വിളിക്കുന്നത്. ഈ ഭാഗത്തൂടെയാണ് പ്രകാശവും നിഴലും എല്ലാം പുറത്തു കാണാൻ സാധിക്കുന്നത്. സ്ക്രീനിനും വിളക്കിനും ഇടയിലായാണ് പാവകളെ വെക്കുന്നത്. എന്നാൽ കലാകാരന്മാർ നിൽക്കുന്നത് വിളക്കിന് പുറകുവശത്തായാണ്. ഇത് കലാകാരന്മാരുടെ നിഴൽ സ്ക്രീനിൽ പതിയാതിരിക്കാൻ സഹായിക്കുന്നു. വിളക്കിന് പിന്നിലായി നിൽക്കുന്ന കലാകാരന്മാർ കൈകൾ ഉപയോഗിച്ച് കഥയ്ക്കും പശ്ചാത്തലത്തിനും അനുസരിച്ച് പാവകളെ ചലിപ്പിക്കുന്നു. ഇതിനോടൊപ്പം സംഭാഷണ രൂപത്തിൽ തമിഴ് ശ്ലോകങ്ങളും വാദ്യങ്ങളും. രാമായണ കഥകളിലെ അല്ലെങ്കിൽ കമ്പരാമായണത്തിലെ 6 കാണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ 2000-ൽ പരം തമിഴ് ശ്ലോകങ്ങളാണ് കൂത്തിൽ പാടുന്നത്. ചിത്രകലയും ശില്പകലയും സംഗീതവും സാഹിത്യവും എല്ലാം ഒത്തിണങ്ങിയ ഈ കലാരൂപം പഴയ കാലഘട്ടത്തിലെ ഒരു സിനിമ തന്നെയായിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാവണം IFFKയുടെ ലോഗോ തോൽപ്പാവക്കൂത്തിലെ ഒരു പാവയുടെ ചിത്രമായത്. പണ്ട് വള്ളുവനാടൻ പ്രദേശങ്ങളിലെ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ കൂത്തുമാടങ്ങളിൽ പുരുഷന്മാർ മാത്രം നിന്ന് അവതരിപ്പിച്ചു കൊണ്ടിരുന്ന ഈ കലാരൂപത്തിന് കാലാനുസൃതമായ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. വള്ളുവനാട്ടെ ദേവീക്ഷേത്രങ്ങൾക്ക് പുറമെയുള്ള വേദികളിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയതും രാമായണ കഥകൾ മാത്രം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് തോൽപ്പാവക്കൂത്ത് ഉപയോഗിച്ച് ഇലക്ഷൻ ക്യാമ്പയിൻ പോലുള്ള പരിപാടികളും നടത്താൻ തുടങ്ങി. സ്ത്രീ കലാകാരികൾക്ക് കൂത്ത് അവതരിപ്പിക്കാനുള്ള അവസരം നൽകിയതും എല്ലാം ഈ മാറ്റങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പാലക്കാട് ജില്ലയിലെ ഷൊർണൂറുള്ള കലാകാരന്മാരായിരുന്നു ഈ പാവക്കൂത്ത് അവതരിപ്പിച്ചത്. ഈ വീഡിയോ എടുത്തത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണുള്ള കോടിയാട്ടുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നടന്ന പരിപാടിയിൽ വെച്ചായിരുന്നു. എന്തായാലും പാവക്കൂത്തിന്റെ കുറച്ച് വിഷ്വൽസ് കാണാം. നീ കെട്ടായി നശിച്ചത് എടാ, നീ മാത്രമല്ല ഉന്നോട് പുത്രമിത്രാദികളായിരിക്കുന്ന രാക്ഷകുലം ഉച്ചൂടും നിഗ്രഹത്തെ ചെയ്ത് ഉന്നുടെ പ്രാണനെ ഞാൻ ധർമ്മരാജപുരിക്കനപ്പാമൽ പഠിക്കു വിടുകരുതല്ലേ. இப்போது நீ என்றால் என்ன பயமில்லாமல் படிக்கல்லவா போருக்கு வந்திருக்கிறது. இது உன்னுடைய அந்திய தினம் என்று நீ கருதி கொள்ள. இதோ நான் போருக்கு
வருகிறேன் கேட்டையோடா சுக்ரீவ ശരണമേ ശരണം കണവാ ഏതേതു പത്നി എന്നാൽ ആരുടെയോ ബലത്തെ സംബോധനത്തെ ചെയ്താലും പോലെ വന്നിരിക്കുന്നത് പോകാതെ കണവാ ഒരു കാലത്തിലും നീ എപ്പടി വിചാരിക്കലാകാതെ ബാലിയാനവനക്ക് എതിരാതെ കൊണ്ട് ഈ മൂന്ന് ലോകത്തിലും ഒരു ഒരുത്തരും ഉണ്ടെന്ന് കരുത വേണ്ട പോർക്ക് ശത്രുവാനവൻ വിളിക്കാനെന്ന അവസ്ഥയെ കേട്ട് ഞാൻ അരമനയിൽ ഒതുങ്ങിയിരിക്കുമെന്ന്